മനുഷ്യൻ തളർന്നു വീഴുന്നത് കാണുമ്പോ പൊട്ടിച്ചിരിക്കാനും അട്ടഹസിക്കാനും ഉള്ള ഈ മിടുക്കുണ്ടല്ലോ, ഇപ്പോഴും എനിക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത് രണ്ടിനെ. പോയിക്കോ. അമ്മേ, വരുൺ, എന്റെ അമ്മയ്ക്ക് എന്താ പറ്റി? അമ്മ ഇപ്പൊ എവിടെ ആയിരിക്കും? എടോ, താനും സമാധാനപ്പെട്. ഞാനേ ACP സാറിനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ വരുൺ. മൈ ഗോഡ്, വരുൺ, സെക്യൂരിറ്റി എന്ന പോലീസുകാർ അവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? ആ, അവരിവിടെ തന്നെ ഉണ്ട് സർ. അവര് ശ്യാമയുടെ പുറത്തു വന്ന് കണ്ടിട്ടേ ഇല്ല. വരുൺ, ആ പോലീസുകാരുടെ കയ്യിൽ ഫോൺ കൊടുക്കൂ. എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. സർ, മേഡത്തിന് ഒരുപാട് ഭീഷണി ഉണ്ടായിരുന്നതാ. സത്യത്തിൽ ഞങ്ങൾക്ക് പേടിയുണ്ട്. നമുക്ക് നോക്കാം വരുൺ. ഫോൺ അവർക്കൊന്ന് കൊടുക്ക്. വരണമ്മ എത്രയോ സന്തോഷത്തോടെ കാത്തിരുന്ന ദിവസം ഇന്ന് തന്നെ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ. രാധിക, നമ്മളെ ആരും ചതിച്ചിട്ടുണ്ട്. അതാരായാലും നമ്മൾ അവരെ വെറുതെ വിടാൻ പോകുന്നില്ല. അയല്ലേ സൂര്യ എവിടെ? കണ്ടില്ലല്ലോ അവനെ. സൂര്യ റെഡിയായിക്കൊണ്ടിരിക്കുക. രജിസ്ട്രേഷൻ അവനും കൂടി ചെല്ലണമെന്ന് രാത്രി രാധിക വിളിച്ചു പറഞ്ഞു. ഏട്ടത്തി, ചായ വെച്ചില്ലായിരുന്നോ? നിങ്ങളാരും എഴുന്നേക്കാത്തോണ്ട് ഞാൻ അധികം വെച്ചില്ല. ആ, ഇന്ന് രാധികയുടെ സ്വത്തിന്റെ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും നല്ല തിരക്കാണല്ലേ? ആ, അങ്ങനെയും കൂട്ടിക്കോ. ഒരു നല്ല കാര്യം നടക്കുമ്പോ അതിനൊരു മുന്നൊരുക്കം ഉണ്ടാവുമല്ലോ. സൂര്യ എവിടെ പോവോ? ഞാൻ രജിസ്ട്രാർ ഓഫീസിലേക്ക്. ഞാൻ കൂടി അവിടെ വേണമെന്ന് വരുണും രാധികയും പറഞ്ഞിരുന്നു. ആ, കൂടെ ചെന്ന് നിക്ക്. അല്ലെങ്കിൽ അനുജത്തെ തീരുമാനം എന്തെങ്കിലും മാറ്റിയാലോ? അക്കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ല കൽപ്പനെ. കാരണം എന്റെ അനുജത്തിക്ക് നിന്റെ സ്വഭാവമല്ല. അച്ഛാ, ഞാൻ പോയിട്ട് വരട്ടെ. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് രാധികയുടെയും വരുണിന്റെയും കൂടെ ശ്യാമയും കൂടി ഇങ്ങോട്ടൊന്ന് വരാൻ പറയൂ. ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എനിക്ക് അവരെ അറിയിക്കാനുണ്ട്. ആ, പറയാ അച്ഛാ. അവരിപ്പോ ഇറങ്ങുമെന്നാ പറഞ്ഞേ. ആ, വരുണാ വിളിക്കുന്നേ. ആടാ, ഞാൻ ഇറങ്ങാൻ നിൽക്കുക. എടാ, ഒരു പ്രശ്നമുണ്ട്. എന്തുപറ്റി? ശ്യാമ മേഡത്തിനെ ഇവിടെ കാണാനില്ല. നീ ഇതെന്താ പറയുന്നേ? സത്യവാ, രാവിലെ ഒരു ശ്യാമ മേഡവും അമൃത മേഡവും ഇവിടെ ഇല്ല. പോലീസുകാർ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുക.
അല്ല, ഞാൻ രജിസ്ട്രേഷന് വേണ്ടി ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. ആ ഒരു കാര്യം ചെയ്യ്, ഏട്ടൻ ഇങ്ങോട്ട് വാ. ആ ശരി. ഏയ് രാധിക, ഏയ് രാധിക. ശ്ശ്. എന്താ സൂര്യ, എന്താ അവൻ പറഞ്ഞേ? സൂര്യ, നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? എന്താ കാര്യം? അച്ഛാ, ശ്യാമ മേഡത്തിനെ കാണുന്നില്ല. ഏ? ഈശ്വര, എന്തായി കേക്കുന്നേ? രാവിലെ മുതൽ കാണാനില്ലെന്നാ പറയുന്നേ. അമൃത മേഡം അവിടെ ഇല്ല. ഞാൻ എന്തായാലും അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. അമ്മേ, അച്ഛൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. എല്ലാം ഏർപ്പാടാക്കി വെച്ചിട്ട് ശ്യാം ഇത് എങ്ങോട്ട് പോവാനാ? അതിലിപ്പോ സംശയിക്കാൻ എന്താ ഏട്ടത്തി? വലിയ കാര്യമായിട്ട് എഴുതി തരാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അവർക്ക് തോന്നിക്കാണും അതിന്റെ ആവശ്യമൊന്നുമില്ലാന്ന്. അവര് സ്ഥലം വിട്ടു തന്നെ ആയിരിക്കും. ആ അവരുടെ മുതല് കണ്ട് സന്തോഷിക്കാൻ പോയ നമ്മളെ പറഞ്ഞാ മതി. ആ ഇപ്പൊ കഴിഞ്ഞല്ലോ എഴുതി വാങ്ങലും ഉടമയാക്കലും. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? മനുഷ്യൻ തളർന്നു വീഴുന്നത് കാണുമ്പോ പൊട്ടിച്ചിരിക്കാനും അട്ടഹസിക്കാനുള്ള ഈ മിടുക്കുണ്ടല്ലോ, ഇപ്പോഴും എനിക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത് രണ്ടിനെ. പൊയ്ക്കോ. അതെ, പരാജയങ്ങള് പൂർണ്ണമാവുകയാണല്ലോ പത്മിനി. കണിമംഗലം പരമേശ്വരൻ ഒരു കാരണവശാലും തല ഉയർത്തിക്കൂടാന്ന് ദൈവം തന്നെ തീരുമാനിച്ചതുപോലെ അല്ലേ? വീണുപോയപ്പോഴും വല്ലാതങ്ങ് പ്രതീക്ഷിച്ചു. വേണ്ടായിരുന്നു.